വയനാടിന്റെ അതിജീവന സ്വപ്നങ്ങൾക്കേറെ കരുത്തുപകരുന്നതാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സാമ്പത്തിക പിന്തുണയ്ക്കൊപ്പം കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാനുള്ള സഹായങ്ങളും കേരളം പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദുരന്തവുമായി ബന്ധപ്പെട്ട് വിശദമായ മെമ്മോറാണ്ടം ലഭിച്ച ശേഷമായിരിക്കും കേന്ദ്ര സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കുക. ദുരന്തഭൂമിയിൽ പ്രധാനമന്ത്രി നടത്തിയ സന്ദർശനത്തിൽ ഏറെ പ്രതീക്ഷയിലാണ് കേരളം. ദുരന്തത്തിന്റെ വ്യാപ്തി പ്രധാനമന്ത്രിക്ക് മുന്നിൽ വിശദീകരിച്ച മുഖ്യമന്ത്രി അവ കുറിപ്പായി കൈമാറി. സാമ്പത്തിക പിന്തുണയും കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാനുള്ള സഹായങ്ങളും കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. തൊഴിൽ നഷ്ടപ്പെട്ടു, വരുമാന മാർഗം നഷ്ടപ്പെട്ടു. അതിന്റെ ഭാഗമായി ഒരു സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ ഉൾപ്പെടെയുള്ള ഒരു പാക്കേജാണ്, ഒരു ടൗൺഷിപ്പ് പദ്ധതിയാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത്. അധികം വൈകാതെ തന്നെ അതിൽ നിലപാട് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉരുൾപൊട്ടലിൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ അതിജീവനം സ്വയം സാധ്യമാക്കുക കേരളത്തിന് കടുത്ത വെല്ലുവിളിയാണ്. ഇവിടെയാണ് കേന്ദ്രത്തിന്റെ ഇടപെടൽ ഊന്നുവടിയാകുന്നത്. നഷ്ടങ്ങൾ കണക്കിലെടുത്ത് വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി എത്രയും വേഗം പ്രഖ്യാപിക്കണമെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു. സഹായം ഉറപ്പു നൽകിയെങ്കിലും വിശദമായ മെമ്മോറാണ്ടം ലഭിച്ചാൽ മാത്രമേ അത് എന്തെന്ന് കേന്ദ്രം വ്യക്തമാക്കൂ. കുട്ടികൾക്കായുള്ള പാക്കേജ്, മനോനില വീണ്ടെടുക്കാൻ കൗൺസിലിംഗ് തുടങ്ങിയ 10 വിഷയങ്ങൾ ചർച്ച ചെയ്തെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിന്റെ ബന്ധപ്പെട്ട വകുപ്പുകൾ കേരളവുമായി സഹകരിച്ചു പ്രവർത്തിക്കാൻ നിർദ്ദേശം നൽകണമെന്നും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. ഗവേഷണ സ്ഥാപനങ്ങളുടെ സ്പെഷ്യൽ സെന്ററുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളുള്ള പ്രാദേശിക ഓഫീസുകളും സംസ്ഥാനത്ത് ലഭ്യമാക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. മാതൃഭൂമി ന്യൂസ്, വയനാട്.